ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ വളരെ പ്രയോജനമുള്ള കണ്ടൻറ്റ് നമ്മൾ ചെയ്യണം എന്നാഗ്രഹിച്ചു ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ ഓരോ ടോപ്പിക്സ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വീടിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. UK വന്നവർക്ക് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വീട് എന്ന് പറയുന്നത്, ഒരു വീട് വാങ്ങുക എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റെൻറ്റിന് ലഭിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്. അത് കൂടാതെ തന്നെ റെൻറ്റ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് വീടിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. ഞാൻ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കാൻ ഇടയായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു റെൻ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം 6 മാസത്തോളം ഞാൻ അവിടെ താമസിച്ചപ്പോൾ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ ഒരു ഓണർ വന്ന് പറഞ്ഞു അവർക്ക് റെൻറ്റ് കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് റെൻറ്റ് കൂട്ടിക്കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു 2-3 മാസം കഴിയുമ്പോൾ അവർ വീണ്ടും വന്ന് പറഞ്ഞു വീണ്ടും റെൻറ്റ് കൂടുകയാണ് ചുറ്റുമുള്ളിടത്ത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കൂടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു വീട് പുതിയതായിട്ട് എന്തുകൊണ്ട് വാങ്ങിച്ചുകൂടാ. നമ്മൾ വന്നതിന് ശേഷം ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പം പുതിയതായിട്ട് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ചില ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴൊക്കെയാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. വീട് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ഞാൻ അന്ന് മുതൽ തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് വന്ന സമയത്ത് ന്യൂ ബിൽഡിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചത്. ന്യൂ ബിൽഡിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ സമയത്ത് 5% ഡിപ്പോസിറ്റ് മാത്രമായിട്ടുണ്ട് നല്ല വീടുകൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ പല വീടുകളിങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഇങ്ങനെ കണ്ട് വീട് എന്താണ്, പലതരത്തിലുള്ള വീടുകൾ എങ്ങനെയാണ്, ഏത് സാഹചര്യമാണ്, എത്ര റൂംസ് ഉണ്ട്, ആ റൂമൊക്കെ എത്ര ഫെസിലിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ എത്ര വീതിയുള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പല വീടുകൾ കണ്ടതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ വീടിനെ കുറിച്ച് ചിന്തിച്ചു. ആദ്യം ഞാനൊരു മോർഗേജ് അഡ്വൈസറോട് സംസാരിച്ചു. മോർഗേജ് അഡ്വൈസർ നമ്മുടെ ശമ്പളത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ശമ്പളത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന മോർഗേജ് എമൗണ്ട് എത്രയാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. അതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു പ്രിൻസിപ്പിൾ എടുത്തു തന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയപ്പോൾ നമുക്ക് ഇത്ര രൂപ വരെ നമുക്ക് മോർഗേജ് ലഭിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു വീടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര രൂപ നമുക്ക് മോർഗേജ് ലഭിക്കും, എത്ര രൂപ നമ്മൾ ഡിപ്പോസിറ്റ് ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് പിന്നെ ഒരു ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ബിൽഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ നമ്മൾ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു 6 മാസം മുമ്പ് പ്രിപ്പയർ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ വീടിനെ കുറിച്ചൊക്കെ ചിന്തിച്ചത്. അപ്പോൾ അതുമാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും NHS ജോലി ചെയ്തതുകൊണ്ട് അപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, ഒരു സാലറിയുടെയൊക്കെ ലിമിറ്റ് ഉണ്ട്. അതെങ്ങനെ ഒരു മാസത്തിൽ നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബാങ്ക് ചെയ്ത് ഓരോ മാസവും നമ്മുടെ ആ ലിമിറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മുടെ മോർഗേജ് എമൗണ്ട് കൂട്ടി നമുക്ക് ലഭിക്കാനായിട്ട് വന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു വീടിനെ കുറിച്ച്, ഡിറ്റാച്ച്ഡ് ഹൗസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പാണ് ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. വീട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ആദ്യ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഓർമ്മിപ്പിച്ചതുപോലെ വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ, നമ്മൾ റെൻറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി വീട് കാണേണ്ടതായിട്ട് വരുന്നു. 6 മാസം കൂടുമ്പോൾ നമ്മളത് മാറേണ്ടതായിട്ട് വരുന്നു. പിന്നെ ഈ 6 മാസം കൂടുമ്പോൾ നമ്മൾ ചിലപ്പോൾ മാറേണ്ടി വന്നാൽ നമ്മളൊരു 3 മാസം മുമ്പിൽ സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു 6 മാസം നമ്മുടെ പഴയ വീട് തീരുമ്പോഴത്തേനും നമുക്ക് പുതിയ വീട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അപ്പം അതുപോലെ ഇപ്പം ഞാൻ ഈ പറയുന്ന സാഹചര്യത്തിൽ ഇപ്പം വീട് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്.
വീടിൻ്റെ വില ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ ഈ കോവിഡിൻ്റെയൊക്കെ ആ സമയത്ത് വീടിനൊക്കെ നല്ലൊരു വില കൂടിയതായിട്ട് കണ്ടു. അപ്പോൾ അതിനുശേഷം ഇപ്പം വീടിൻ്റെ വില ഇപ്പോൾ ഇച്ചിരി സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. ഇനി കുറയുന്നതെന്നൊക്കെ ചിലർ പറയുന്നുണ്ടെന്ന്, പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരു ന്യൂ ബിൽഡ് ഹൗസ് വാങ്ങിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാം. അപ്പോൾ ഈ ന്യൂ ബിൽഡ് വീട് വാങ്ങിച്ച് വയ്ക്കുന്നതിന് വേണ്ടി എനിക്ക് 5% ഡിസ്കൗണ്ട് ആയിരുന്നു. 5% ഡിപ്പോസിറ്റാണ് വേണ്ടത്. അപ്പം 5% ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 20% നമുക്ക് ഹെൽപ്പ് ടു ബൈ എന്ന് പറയുന്ന ഒരു സ്കീമിൽ വഴി നമുക്ക് ലഭിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീട് വാങ്ങിച്ചത്. അപ്പോൾ ഈ വീട് വാങ്ങിച്ചതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ പല വീടുകൾ ഞാൻ കണ്ടു. എങ്ങനെയാണ് ഇവിടുത്തെ വീടുകൾ, സെമി ഡിറ്റാച്ച്ഡ് ഉണ്ട്, ഡിറ്റാച്ച്ഡ് ഉണ്ട്, ടെറസ്ഡ് ഹൗസസ് ഉണ്ട്, അങ്ങനെ പല വീടുകൾ പോയി കണ്ടു. അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ അനുസരിച്ചും നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചും നമുക്ക് സൂട്ടബിളായിട്ടുള്ളൊരു വീട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇനിഷ്യലി ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് 1-2 കുട്ടികളൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് 3 ബെഡ്റൂമൊക്കെ മതി. എന്നാൽ നമുക്ക് ഡിറ്റാച്ച്ഡ് വേണോ സെമി ഡിറ്റാച്ച്ഡ് വേണോ എന്നുള്ളത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വീടിൻ്റെ റിവ്യൂലോട്ട് പോകാം. ഞാനൊന്ന് ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയത്തേ ഉള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ള ഒരു ആധികാരികമായ ജ്ഞാനമൊന്നും എനിക്കില്ല. എന്നാലും ജസ്റ്റ് ഒരു വീടിൻ്റെ കാര്യങ്ങൾ, ഒരു ഡിറ്റാച്ച്ഡ് ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന വീടിൻ്റെ കിച്ചണാണ്. ഞാനിപ്പോൾ ഇവിടെ കിച്ചണിലിരുന്നാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ കിച്ചണുണ്ട്. അപ്പം ഇവിടെ തന്നെ ഡൈനിങ് ടേബിൾ ഇടാം. ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട്. ഇതൊരു ഡിറ്റാച്ച്ഡ് ഹൗസിൻ്റെ ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോ നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ വീടിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ആദ്യമേ കാണുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതിൻ്റെ ഗ്യാരേജാണ്. അപ്പോൾ ഈ ഗ്യാരേജ് എന്ന് പറയുന്നത് ഡബിൾ ഗ്യാരേജാണ്. അപ്പം ഇതിനകത്ത് ഏകദേശം 2 വണ്ടി ഇടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വ്യൂ ആണ്. ഇതിനകത്ത് ഉള്ള റൂംസൊക്കെ നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ 4 ബെഡ്റൂമുള്ള ഡിറ്റാച്ച്ഡ് ഹൗസാണ് നമ്മൾ ഇത് കാണുന്നത്. അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടൊന്ന് തുറന്ന് കയറാം. അകത്തുള്ളതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലോഞ്ച്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഗസ്റ്റൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ അത്യാവശ്യം 10-15 പേർക്ക് ഈസിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ലോഞ്ചിനുണ്ട്. ഇത് ഡിറ്റാച്ച്ഡ് ഹൗസിൻ്റെ ഒരു വ്യത്യാസം. പല വീട് അനുസരിച്ച് വലിയ ലോഞ്ച് കാണാം. ചെറിയ വീടുകൾക്ക് ചെറിയ ലോഞ്ചാണ്. ഇത് അത്യാവശ്യം മീഡിയം ഒരു ലോഞ്ചാണ്. അപ്പം അത്യാവശ്യം 10-15 പേർക്ക് ഈസിയായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇനി നമുക്ക് റൂമിലോട്ട് പോകാം. മുകളിലാണ് റൂമെല്ലാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിനകത്ത് തന്നെ ഒരു എൻസ്യൂട്ട് ടോയ്ലറ്റ് ഉണ്ട്. അപ്പം ഒരു ബാത്ത് ഉണ്ട്. അങ്ങനെ ഇൻക്ലൂഡഡ് ആണ് മിക്കവാറും എല്ലാ മാസ്റ്റർ ബെഡ്റൂം തന്നെ. അതുകൂടാതെ തന്നെ ഒരു കോമൺ ബാത്ത് ടബ് വിത്ത് ടോയ്ലറ്റ് കാണും. ഡൗൺ സ്റ്റേഴ്സിൽ ഒരു ടോയ്ലറ്റ് കാണും. ഈ ഡിറ്റാച്ച്ഡ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൗൺ സ്റ്റേഴ്സ് ടോയ്ലറ്റും മുകളിലൊരു കോമൺ ബാത്ത് ടബ് വിത്ത് ടോയ്ലറ്റും എൻസ്യൂട്ടിനകത്ത് ഒരു ഷവർ വിത്ത് ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉള്ള അത് തന്നെയാണ് മിക്കവാറും എല്ലാ ഡിറ്റാച്ച്ഡ് ഹൗസസും. ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോയാൽ
അവിടെയും അത്യാവശ്യം ഒരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള അത്ര സ്പേസ് ഉള്ള ഒരു റൂമായിരിക്കും നമുക്ക് ലഭിക്കുക. മൂന്നാമത്തെ ബെഡ്റൂമും ഇതുപോലെ തന്നെ നമുക്ക് കിങ് സൈസ് ബെഡ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബെഡ് ഇടാം. മിക്കവാറുള്ളവരെല്ലാം തന്നെ ഡബിൾ ബെഡാണ് ഇടാറുള്ളത്. അതുകൂടാതെ നമുക്ക് ടേബിൾ ഇടാം, കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ടേബിള്, പിന്നെ നമുക്ക് അയൺ ചെയ്യാനുള്ള ടേബിൾ, അങ്ങനെ ഉള്ള ഇതെല്ലാം നമുക്ക് ഇടാനായിട്ട്, പിന്നെ കബോർഡ് നമുക്ക് വെക്കാൻ അത്രയ്ക്കുള്ള സ്പേസ് നമുക്കുണ്ട്. ഇതാണ് ഒരു നാലാമത്തെ ബെഡ്റൂമാണ്. അത് പക്ഷേ ഒരു ചെറിയ ബെഡ്റൂമാണ്. നമുക്ക് ഒരു ചെറിയ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിയാണ് നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെറിയതായിട്ട് നമ്മളൊരു ജനറൽ ഒരു ഇൻഫർമേഷൻ ഡിറ്റാച്ച്ഡ് ഹൗസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ള വീഡിയോകളുമായിട്ട് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.